ഹലോ, ഇന്നൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഉപ്പും തൈരും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് പുരട്ടി വെച്ചു. ഒരു 30-35 മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ ഒരു പാനിലേക്ക് നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്ത് അതിലേക്ക് കാഷ്യൂം കിസ്മിസൊക്കെ വറുത്ത് മാറ്റി, പിന്നെ ഒരു വലിയ 3 സവാള അതും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വറുത്തെടുത്ത്, വറുക്കുമ്പോഴേക്കും നമ്മളൊരു നുള്ളുപ്പും കുറച്ച് പഞ്ചസാരയും ഇടണമെങ്കിൽ നല്ല കറുമുറാന്ന് കടിച്ചിന്നാൻ പറ്റും. പിന്നെ കറിക്ക് വേണ്ടി 2 വലിയ സവാളയും എടുത്ത് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്ത്, പിന്നെ കൂടാതെ നമ്മുടെ നല്ല കട്ട തൈരും അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി മസാലയാണ് എടുത്തത്. അപ്പം ഞാനൊരു 2 സ്പൂൺ ബിരിയാണി മസാല എടുത്തായിരുന്നു. ഇതെല്ലാം കൂടി 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. അതിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് നമുക്ക് അതിലേക്ക് മല്ലിച്ചീര പുതിന ഒരൊറ്റ പിടി ഫുള്ളുണ്ട് അതും ഇട്ട് കൊടുത്ത്, പിന്നെ അതിലേക്ക് കുറച്ച് കല്ലുപ്പും ഇട്ട്, പിന്നെ ഒരു പിടിയോളം നമ്മൾ പൈനാപ്പിൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൈനാപ്പിൾ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത്, അപ്പോൾ നമുക്ക് അതിൽ തന്നെ വെള്ളമുണ്ട്. ഇനി സെപ്പറേറ്റ് വെള്ളമൊന്നും ആരും ഒഴിക്കണ്ട. അതങ്ങനെ ചെറുതീയിലിരുന്നൊന്ന് വേകട്ടെ. വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ റൈസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ച്. അപ്പോൾ ആ റൈസ് എടുത്ത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ദം ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ നല്ല സവാള വറുത്തതും കിസ്മിസും അതുപോലെ തന്നെ പുതിന മല്ലിച്ചീര പിന്നെ കുറച്ച് പൈനാപ്പിൾ, പിന്നെയും ഒരു പിടിയോളം പൈനാപ്പിൾ അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒരു 20 മിനിറ്റ് ഞാൻ ദമ്മിലിട്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് മീതെ കുറച്ച് അധികം നെയ്യും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ആ 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ മൂടി അങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്നൊരു സ്മെല്ലുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസ് വെച്ചാണ് ചെയ്തത്. അടിപൊളിയായിരുന്നു. ഇന്ന് ബിരിയാണി കഴിച്ചപ്പോൾ മോള് പറയണ്ടായിരുന്നു, അമ്മ അപ്പോൾ ഇതിന് മുമ്പ് അമ്മ ഉണ്ടാക്കി തന്നത് പുലാവായിരുന്നു, ഇതാണ് യഥാർത്ഥ ബിരിയാണി എന്ന്. അപ്പോൾ ഓക്കെ, ബൈ.